വലതുവശത്തെ കള്ളൻ എന്ന സിനിമ കണ്ട് കഴിഞ്ഞിട്ട് വരികയാണ്. തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ OTTയിൽ വരുമ്പോൾ ആണ് കണ്ടത്. OTTയിൽ വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടു. എങ്ങനെയുണ്ട് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമ എന്ന് പറയേണ്ടി വരും. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ദൃശ്യത്തിന് മുമ്പായിട്ട് ഇറക്കിയ സിനിമയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ത്രില്ലർ സിനിമയാണ്. എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരു ആവറേജ് സിനിമ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. വലിയ രീതിയിലുള്ള സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിങ്ങനെ കണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ്, ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ തോന്നിയത്. കാരണം ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി വലിയൊരു ട്വിസ്റ്റായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഒരു സാധാ ട്വിസ്റ്റ്, ഇങ്ങനെ ജിത്തു ജോസഫ് സിനിമയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റുകളൊക്കെ വരും. ഇതിന് മുമ്പ് ഇറങ്ങിയ മെറേജ് എന്ന് പറഞ്ഞൊരു സിനിമ, നമ്മൾ ജിത്തു ജോസഫിൻ്റെ സംവിധാനം സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്വിസ്റ്റുകളോട് ട്വിസ്റ്റ് ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ്, പക്ഷെ എന്നാലും 2 മിനിറ്റ് കൂടുന്നതനുസരിച്ച് ഓരോ ട്വിസ്റ്റുകൾ തരുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചടപ്പ് വരുന്നു. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ട്വിസ്റ്റൊന്നുമില്ല. ട്വിസ്റ്റ് ഉണ്ട്, പക്ഷേ ആ ട്വിസ്റ്റ് നമുക്ക് അത്ര വലിയ സംഭവമായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോയി കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഇപ്പോൾ OTTയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാമിലീൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഒരു വൺ ടൈം വാച്ച് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആണെങ്കിൽ യു ക്യാൻ വാച്ച് ഇറ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ത്രില്ലർ മൂവി ഇഷ്ടപ്പെടുന്നവർക്ക്, പേഴ്സണലി എനിക്കൊക്കെ ഭയങ്കര ത്രില്ലർ മൂവീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് ത്രില്ലായിട്ട് സിനിമ കാണാം, അങ്ങനത്തെ ഉള്ളവർക്ക് ഈ സിനിമ കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയാം.